ഹെയർ ഫോൾ, ഫ്രിസിനെസ്, ഹെയർ ഗ്രോത്ത് എല്ലാത്തിനും പറ്റിയ ഒരു അടിപൊളി ഹെയർ പാക്ക് പറഞ്ഞു. ഹായ് ബ്യൂട്ടീസ്, ടുഡേ ഈസ് ഡേ 29 മോർണിംഗ് ഓഫ് അവർ 30 ഡേയ്സ് ഓഫ് കൺസിസ്റ്റൻസി ഹെയർ കെയർ ചാലഞ്ച്. ഇന്ന് നമ്മളൊരു സൂപ്പർ നറിഷിംഗ് ഹെയർ പാക്ക് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ചാലഞ്ചിന്റെ ലാസ്റ്റ് ഹെയർ പാക്ക് കൂടിയാണിത്. ഈ ഒരു ഹെയർ പാക്കിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളതും ഹെയർ ഗ്രോത്തിനും സ്കാൽപ്പിന്റെ ഹെൽത്തിനും ഒക്കെ സൂപ്പർ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ നേരെ ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഇന്നത്തെ പാക്കിന് വേണ്ടുന്ന മെയിൻ ഐറ്റം എന്ന് പറയുന്നത് തലേ ദിവസം വെള്ളത്തിലിട്ട ഉലുവയും പെരിഞ്ജീരകവും ആണ് കേട്ടോ. പെരിഞ്ജീരകം നമുക്ക് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പക്ഷെ ഉലുവ നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിലിടുക. അതൊരു ജെൽ കൺസിസ്റ്റൻസിയിൽ എത്തുന്ന ടൈമിൽ അതിലേക്ക് കുറച്ച് ചെമ്പരത്തി താളിപ്പൊടിയും അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയും ഇനി ഇതിലേക്ക് ഒരു മുട്ട ഫുള്ളായിട്ട് പൊട്ടിച്ചൊഴിക്കും. മുട്ടയുടെ സ്മെല്ല് പറ്റാത്തവര് മുട്ടയുടെ വെള്ളം മാത്രം യൂസ് ചെയ്താലും മതി. കുറച്ച് തൈരൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് റെഡി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഹെയറിന്റെ സ്കാൽപ്പിലും ഹെയറിന്റെ ലെങ്തിലും എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ. ഇത് നല്ല അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഗുണങ്ങൾ ഒരുപാട് കൂടുതലാണ്. ഹെയറിന്റെ ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി ഒരു നല്ലൊരു ഹെയർ പാക്ക് ആണ് ഇത്. ഹെയറിന് ലെങ്ത് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഉള്ളിനീരോ അല്ലെങ്കിൽ സവാളയും കൂടി ആഡ് ചെയ്തോളൂ കേട്ടോ. മുടിയിൽ എല്ലായിടത്തും അപ്ലൈ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ്സ് എങ്കിലും മിനിമം വെക്കണം കേട്ടോ. ഇതൊരു ഹെവി പാക്ക് ആയതുകൊണ്ട് ഞാൻ ഒരു 45 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ഹെയർ ക്യാപ്പ് കൊണ്ട് സെക്യൂർ ചെയ്തു. പിന്നെ നമ്മുടെ ഒരു മൈൽഡ് ഷാമ്പൂ വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്യാം. ബൈ.